ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റെഡ് സ്ട്രീറ്റിലൊന്നല്ല, ഇവിടെ ലുബ്ലിയാനയിൽ തന്നെയാണ്. സ്ലോവേനിയ ലുബ്ലിയാനയിൽ ഇന്ന് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഇവരുടെ ലൈറ്റ്നിങ് ഡേ ആണ്. അപ്പൊ ലൈറ്റ്നിങ് ഡേയുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കണേ. ഇവരെല്ലാ വർഷവും ബ്ലാക്ക് ഫ്രൈഡേയുടെ ദിവസം വൈകുന്നേര സമയത്ത് ഇരുട്ടാവുമ്പോൾ ഇവിടെ സ്ട്രീറ്റ് മൊത്തം ഇവരുടെ ഹിസ്റ്ററി ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഫുൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളിലായിട്ട് പോകാം. കൂട്ടം തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവന്റെ ജാക്കറ്റിൽ ഞാൻ മുറുക്കം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൽ നടക്കാൻ പറ്റുള്ളൂ. സ്ലോവേനിയൻ ലുബ്ലിയാന എത്തിയതിനു ശേഷം ഇങ്ങനെ ഈ സ്ട്രീറ്റില് സമ്മറിൽ പോലും ഇത്രയും തിരക്കുകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇത് ഇവിടെയുള്ള ആൾക്കാർ മൊത്തം ഏകദേശം ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ടൂറിസ്റ്റുകളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ പരിപാടി അത്ര ഫേമസ് ആയിട്ടുള്ള പരിപാടി ആയിരിക്കും. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. നമ്മളിന്ന് വൈകുന്നേരം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു ഈവന്റ് നടക്കുന്നുണ്ടെന്ന് കണ്ടതോടുകൂടിയാണ് നമ്മളും റെഡിയായി ഇറങ്ങിയത്. പിന്നെ ഇന്ന് വർക്ക് ഉണ്ടായില്ല, അതുകൊണ്ട് ഇതൊക്കെ കാണാൻ സാധിച്ചു, നിങ്ങളെ കാണിക്കാൻ പറ്റി. അയ്യോ, വേറൊരു ലോകത്ത് വന്നേക്കണ ഫീലാട്ടോ നമുക്ക് ഇവിടെ വരുമ്പോ. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അടിയിൽ മൊത്തം കടല് പോലെ നിറച്ച ആൾക്കാർ, മേളിക്കട ഫുൾ എന്താ നമ്മുടെ സ്പേസിന്റെ ഒരു ഡിസൈൻ വർക്ക് പോലെയൊക്കെയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കണേ. അതുകൂടാതെ സൈഡിൽ കൂടെ ചെറിയ ചെറിയ ഹോട്ട് വൈൻസ് ഒക്കെ സെർവ് ചെയ്യുന്ന ഷോപ്പുകളും ഉണ്ട്. പിന്നെ എല്ലാവരും ഈ ഫോട്ടോ എടുക്കുന്നതിന്റെ വീഡിയോ എടുക്കുന്നതിന്റെ ഒക്കെ തിരക്കാണ് കേട്ടോ. ഇത്രയും തിരക്ക് ഞങ്ങള് ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് വേറൊരു സ്ട്രീറ്റിന്റെ വേറൊരു ഭാഗമാണ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ബിയർ, ഹോട്ട് വൈൻസ് ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്രിസ്മസ് ട്രീ ഇപ്പൊ രണ്ടാമത്തെയാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നും ഇവിടെ ഉള്ള ട്രീ അല്ല, ഇതൊക്കെ ഇവര് വേറെ വണ്ടിയിൽ കൊണ്ടുവന്ന് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കണാണ്. നല്ല അടിപൊളിയായിട്ടാണ് അലങ്കരിച്ചേക്കണേ. ഇനി നമുക്ക് ഫ്രണ്ടിലായിട്ട് എന്തായാലും നടന്ന് പോയി നോക്കാം വേറെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന്. എന്തായാലും സ്ട്രീറ്റ് മൊത്തം ഇതുപോലെ LED പോലെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഫുൾ അലങ്കരിച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ പോലും ഇത്ര ഉണ്ടാവില്ല. നമ്മള് നാട്ടിലെ പുലിപ്പോട് ഉണ്ടാക്കുക, കരോള് വരിക, അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതെ, ഞാനും ഏറ്റവും വലിയ ഇവന്റ് ക്രിസ്മസിന് കണ്ടേക്കണത് കൊച്ചി കാർണിവലാണ്. അതിലല്ലാതെ ഇത് ഇവന്റ് ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഒരുപാട് പരിപാടികൾ ഇവിടെ വരുന്നുണ്ടെന്നാണ് കേട്ടെ. ഡിസംബർ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. ഡിസംബർ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. നവംബർ 29 ആണ് ബ്ലാക്ക് ഫ്രൈഡേ ആണ്. അന്നാണ് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യണേ. ഇനി എല്ലാ ദിവസവും ഓരോ പരിപാടികൾ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. ഞങ്ങൾക്കറിയില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ടാണ് നിങ്ങൾ ആദ്യം കണ്ട പോലെ ഇവരെല്ലാരും മറ്റേ നമ്പറൊക്കെ വിളിച്ച് ലൈറ്റൊക്കെ ടകേന്നങ്ങ് ഓണാക്കിയത്. അപ്പോ ഇനി ഓരോ ദിവസം എന്താ ലൈറ്റ് വെച്ചിട്ടുള്ള ഓരോ പാർട്ടികളും പരിപാടികളൊക്കെ ഇവിടെ പാർക്കിലൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടെ. അതിന്റെയൊക്കെ വിശേഷങ്ങൾ ഞങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് പോകാൻ സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നാട്ടിലെ കരോളും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യണമെന്നല്ല കേട്ടോ, നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു പോയി. ഇത് കണ്ടിട്ട് സ്പേമിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ ഇവരത് അറേഞ്ച് ചെയ്യണത് തന്നെ ഇത് ഒരു മാസത്തെ പണിയാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കാണാറുണ്ട്. ഇവര് മറ്റേ ഞാനൊരു റീലിലെ വണ്ടിയുടെ പടം ഇട്ടിട്ടുണ്ട്. ആ വണ്ടിയും കൊണ്ട് വന്ന് എല്ലായിടത്തേക്കൂടെ നടന്ന് ഇതുപോലെ ഓരോന്നേ ഓരോ ബൾബും സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യും. അതെ, ഇതൊക്കെ സ്പേമാണ്. കറക്റ്റാ ഉണ്ടോ ഗൈസ്? നടക്കണ വഴി ഞങ്ങൾ ഇതേ വഴിക്കക്കടെ കേക്കുകൾ ഉണ്ടാക്കി വെച്ചേക്കണ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതെല്ലാം കണ്ടിട്ട് കേക്കാണെന്ന് തോന്നുന്നു. കുറേ പെട്ടിയൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാരാണ് ഇവൻ? മീശക്കാരൻ.
എല്ലാ കടയിലും ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഡെക്കറേഷൻസ് ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ കടയിലും ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒട്ടുമിക്ക കടകളിലും ക്രിസ്മസ് സംബന്ധമായിട്ടുള്ള സാധനങ്ങളാണ് വിൽക്കാനായിട്ട് വെച്ചേക്കണേ. ഇതെന്താ സാധനം? തുണിക്കടയാന്ന് തോന്നുന്നു. അതെ, ഓമൊക്കെ വെച്ചിട്ടുണ്ട്. അതേ ഗണപതി, ബുദ്ധനുണ്ട്. ഇതിനൊക്കെ നമ്മുടെ നാട്ടിലെ വിലയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്വർണത്തിന്റെ വിലയായിരിക്കും കേട്ടോ ഇവിടെ. എല്ലാ കടകളും തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ, ആൾക്കാരെ ആകർഷിപ്പിക്കാനായിട്ട്. അപ്പൊ ഇതേ നമ്മൾ ലേക്കിന്റെ സൈഡിലാട്ടോ വന്നേക്കണേ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇവിടെ നടുക്കേക്കടെയാണ് സെൻട്രിക്കടെ ലേക്ക് പോകുന്നുണ്ട്, ലുബ്ലിയാന ലേക്ക്. അതിന്റെ ചുറ്റും ഫുള്ള് ലൈറ്റ് വെച്ച് അലങ്കരിച്ചേക്കുവാണ്. ട്രിപ്പർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതെ, ഫുൾ ലൈറ്റ്സ് ആണ്. ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണതിൻ്റെ ഈ പ്രോഗ്രാമിനോട് ഭാഗമായിട്ട് നല്ല തിരക്കാണ് കടകളിലും കാര്യങ്ങളിലൊക്കെ. പിന്നെ ഈ തീ വെച്ചേക്കണത് ഈ റെഡ് കളറിൽ കാണുന്നതൊക്കെ ഇവിടെ ചൂട് കായാനായിട്ട് വെച്ചേക്കണ ഹീറ്ററുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചിന്നുവിന് കഴിഞ്ഞ ദിവസം പനിയായിരുന്നു. അപ്പോൾ ഒരു കാപ്പി കുടിച്ചിട്ട് നമുക്കിനി നമ്മൾ ആദ്യം പറഞ്ഞ മെയിൻ റോഡിൽ വെച്ചേക്കണ ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ പോയൊരു, ഇവിടെ നമ്മൾ കാപ്പി കുടിക്കാറുള്ളൊരു ഷോപ്പുണ്ട്, അവിടെ പോയൊരു കാപ്പി കുടിച്ചിട്ട് ബാക്കി കാഴ്ചകളിലായിട്ട് പോകാം. അപ്പോൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ അവിടെ ഡോർ ഓപ്പൺ ആയി കിടക്കണ്ടായിരുന്നു. ഗാലറിയ എന്നെന്തോ ആണ് ഇതിൻ്റെ പേര് വെച്ചേക്കണേ, എന്തോ മ്യൂസിയം പോലെയാണ്. ക്രിസ്മസിന് വേണ്ടി സംഭവങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ എന്തൊക്കെയോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നൈസ് കസേര പറഞ്ഞ് കിടക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ, കൊള്ളാം. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുറേ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഹാൻഡ് മെയ്ഡാന്ന് തോന്നുന്നു കണ്ടിട്ട്. ചിന്നുവിന് ഇതേ പടം വരയ്ക്കണതിനോടൊക്കെ താല്പര്യമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. ചിന്നു പടം ഇനി വീഡിയോ എടുക്കുന്നുണ്ടല്ലേ, പടം വരയ്ക്കുമ്പോൾ ചിന്നുവിന് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. എക്സ്പ്രഷൻ ഉണ്ട്. ഇവിടെ കുറേ തലയില്ലാത്ത ഉടല് മാത്രമുള്ള ബോഡികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പുള്ളി. എന്താണെന്ന് മനസ്സിലാവുള്ള. യേശു ക്രിസ്തു ഉണ്ട്. പിന്നെ ഇതൊരു ഫോൾ ആർട്ടല്ല, ബോർഡിൽ ചെയ്തേക്കണതാണ്. ജിപ്സാന്ന് തോന്നുന്നു കണ്ടിട്ട്, അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. നമ്മുടെ കണ്ടന്റ് ഇതല്ലല്ലോ, നമുക്ക് ഇവിടുത്തെ ലൈറ്റ് ഇട്ടേക്കുന്ന പരിപാടികളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ അപ്പുറത്തേട്ടും ഉണ്ട് കേട്ടോ. ഞാൻ ഈ വഴി കയറി അപ്പുറത്തേട്ട് ഇറങ്ങാം. ഇതെന്താ ഇത്? മറ്റേ ലോക്കിൻ്റെ ഒക്കെ താക്കോലിടുന്ന ഇതിൻ്റെ ഷേപ്പിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ഇനി നമ്മുടെ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മുടെ മെയിൻ ബവാസ്കി ഡോർ. അവിടെ റോഡിലൊക്കെ ഓൾറെഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അവിടെ പോയി നോക്കി കാണാം. ക്യാമറാമാൻ അഭിഷേകിനോടൊപ്പം ചിന്നു. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റോഡിലെ ബവാസ്കി ഡോർ എന്ന് പറയുന്ന റോഡിലെ കാഴ്ച. ഈ റോഡ് ഏകദേശം ഒരു കിലോമീറ്ററോളം ഇങ്ങനെ സ്ട്രെയിറ്റ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഈ ലൈറ്റ് ഫുള്ള് ഒരു 1/4 കിലോമീറ്ററോളം ഫുൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്കൈയുടെ രൂപത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഡിസൈനിലാണ് ഇത് ഫുൾ ചെയ്തേക്കുന്നത്. പിന്നെ അത് കൂടാതെ സൈഡിൽ കൂടെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ നടക്കുമ്പോഴാണെങ്കിലും അതിലൂടെ ബസ്സിനാണെങ്കിലും വണ്ടിക്ക് പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ലൈറ്റിന്റെ പരിപാടികൾ ഞങ്ങൾ മാക്സിമം എല്ലാം എടുത്ത് കാണിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.